ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആവോലി വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് തേങ്ങാപ്പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയാണ്. ആവോലി നല്ല ടേസ്റ്റുള്ള മീനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കൊരു കറി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ പോംഫ്രെറ്റ് കറി ഉണ്ടാക്കാം, ആവോലി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ആവോലി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, സ്ലൈസ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിന് വേണ്ട സാധനം ഇതിലേക്ക് വേണ്ടി വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള സ്ലൈസ് നീളത്തിൽ അരിഞ്ഞത് കേട്ടോ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 പച്ചമുളക് നടുകെ കീറി വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ സൈസ് ഇഞ്ചിയും ഒരു ഗാർലിക്കിൻ്റെ ഒരു അല്ലിയിട്ട രണ്ടും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് പൊടികളാണ്. ഇതിന് വേണ്ടി ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നമ്മളുടെ നോർമൽ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. നിങ്ങളിൽ നോർമൽ ചില്ലി പൗഡർ തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വേപ്പിലയും വെച്ചിട്ടുണ്ട്. ഞാനതുപോലെ ഇതിൽ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഒരു മീഡിയം ടൈപ്പ് പുളിയേ ഉള്ളൂ. അപ്പോൾ ഈ കറിക്ക് മാങ്ങ നല്ല പുളി വേണം. അപ്പോൾ ഇതൊരു മീഡിയം ടൈപ്പ് പുളിയായ കാരണം ഞാനൊരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ പാല്, ഇത് 2-ാം പാലാണ്, 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്, അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരല്പം ഉലുവ, ഒരു 1/4 ടീസ്പൂൺ മതി ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവോള ചേർക്കാം. ഇവിടെ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സവോള, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇതാ ഇവിടെ മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ച മുളക് പൊടി ഉണ്ടല്ലോ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് കേട്ടോ. ഇതിട്ട് കൊടുക്കാം. മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണേ. ഞാനിതിങ്ങനെ സവോളയും മുളക് പൊടികൾ ഈ പൊടികളെല്ലാം ഇട്ട് വഴറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തത്. ഇനി ഞാനിത് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നിങ്ങൾ ചട്ടിയിൽ തന്നെയാണ് വഴറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇനി ഞാനിപ്പോൾ ഇത് ചട്ടിയിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഈ ചട്ടി ഇവിടെ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഈ വറുത്ത് വെച്ച ഈ മസാലകളുണ്ടല്ലോ ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം ഇതിലേക്ക് ആ 2 കപ്പ് 2-ാം പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇതാ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്, ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ്. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാങ്ങ അത്ര പുളിയുള്ള മാങ്ങയല്ലേ, അപ്പം ഞാൻ അതിലേക്ക് ഈ കഷ്ണത്തിൽ ഇങ്ങനത്തെ ഒരു ഒറ്റ ചുളയുള്ളൂ ഇത്, പക്ഷേ അത് ഞാൻ കീറിയിട്ട് 3 പീസാക്കിയിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുക്കുകയാണ്, കുടംപുളി. അതിലേക്ക് ഇനി ഈ ഫിഷ് ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം നമുക്ക്. ഞാനപ്പോൾ ഫിഷ് എല്ലാതും ഇതിലിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്ന് വേവട്ടെ കേട്ടോ. മൂടി വയ്ക്കാം നമുക്ക്. ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഈ മാങ്ങ, നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം ഇനി മൂടി വയ്ക്കണ്ട. ഇതൊരു 10 മിനിറ്റും കൂടി ഇങ്ങനെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ അത് ഇനി കറക്റ്റാവും. അതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് കറക്റ്റ് അളവ് അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അതുപോലെ ഇത് ഒരു ആവോലിയാണല്ലോ മീൻ. ഈ മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല മീനിൻ്റെ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യാറ്, ഈ മീൻ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം തൈരിലിട്ട് വെക്കും. ഒരു ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് അതിലൊരു മിക്സ് ചെയ്ത് 5 മിനിറ്റ് മീൻ അങ്ങനെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ മീനിൻ്റെ ആ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഇനി ഇതൊന്നും ഇങ്ങനെ ഇരുന്ന് വേവട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. ഇതാ നമ്മൾ കറിയുടെ ചാറൊക്കെ ഇവിടെ വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1-ാം പാലില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം നമുക്ക്. ഇതാ ഈ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും തിളച്ചാൽ മതി കേട്ടോ. ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വറവിടാം. ഇതാ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരിത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മളിങ്ങനെ ആവോലി ഇങ്ങനെ വറവിടുന്ന സമയത്ത് മല്ലിപ്പൊടി ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഈ ആവോലി കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതാ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടി ഇടുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മളുടെ ആവോലി കറി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.